എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴികറി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല കിടു കോമ്പിനേഷൻ തന്നെ. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെയാണ് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നതും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യമോ പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുകയില്ല. അത്രയ്ക്ക് കിടു കോമ്പിനേഷൻ തന്നെയാണ്. മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൂട്ടാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെ. കണ്ടു നോക്കിയാലോ. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വഴുതനങ്ങയാണ്. ഞാൻ വഴുതനങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഞാനൊരു 4 വഴുതനങ്ങ തന്നെ എടുക്കുന്നുണ്ട് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ. എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങയെല്ലാം ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് കനം കൂട്ടി ആവരുത്, എന്നാൽ ഒത്തിരി അങ്ങ് കനം കുറച്ചുമാകരുത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ വഴുതനങ്ങയുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുന്ന പീസുകളെല്ലാം നമ്മൾ വെള്ളത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ നിറമൊക്കെ മാറി വരും. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നിറമൊക്കെ മാറാതെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഏത് ടൈപ്പിലെ വഴുതനങ്ങ ആയാലും ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ പീസും ഒന്ന് നോക്കുകയും കൂടെ വേണം. അതിനകത്ത് എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പീസൊക്കെ മാറ്റിയിട്ട് വേണം ഇതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ കട്ട് ചെയ്തത് വെള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഈ മസാലക്കൂട്ടിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ വെള്ളത്തിൽ നിന്ന് തന്നെ പീസസ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിലൊരു വെള്ളത്തിൻ്റെ അംശമുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. വഴുതനങ്ങയുടെ പീസിലെല്ലാം മസാല പിടിക്കത്തക്ക രീതിയിൽ കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പീസ് വഴുതനങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അളവിലാണ് ഇവിടെ മസാല ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ മസാലയൊക്കെ പുരട്ടിയിട്ട് വഴുതനങ്ങക്കറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. വഴുതനങ്ങ കഴിക്കാത്തവർ പോലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ്. മസാലയെല്ലാം വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ തന്നെ ഞാൻ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. എന്നാലേ അതിലോട്ട് ആ മസാലയൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് 1 കപ്പ് അളവിൽ തൈര് ആവശ്യമുണ്ട്. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് തന്നെ എടുക്കണം. പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു വഴുതനങ്ങ തൈര് കറിയാണ് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇനി ഈ തൈരിൻ്റെ കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വറുത്ത് പൊടിച്ച ചെറിയ ജീരകമുണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട്. മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു വിസ്കോ അതുപോലെ തന്നെ ഒരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അധികം മെനക്കേടൊന്നുമില്ല ഈ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട്. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. തേങ്ങ അരച്ച് ചേർക്കുകയോ അങ്ങനെയൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല കിടു തന്നെയാണ്. പാനിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കുറച്ച് കറി ലീഫും കൂടി ഇട്ട് നമുക്ക് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് വഴുതനങ്ങയുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടിയത്. ഇനി വഴുതനങ്ങയുടെ പീസുകളെല്ലാം നിരത്തി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഡീപ് ഫ്രൈ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെയാണ് ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒത്തിരി ഓയിലൊന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. 2 സൈഡും തിരിച്ചും മറിച്ചുമായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം. നിറമൊക്കെ ഒന്ന് മാറി കിട്ടുകയും വേണം. വഴുതനങ്ങ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. കാരണം അധികം ഓയിലൊന്നും നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലായതുകൊണ്ട് ആവശ്യവുമില്ല. തിരിച്ചും മറിച്ചുമായിട്ട് ഈ ഒരു രീതിയിൽ മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ എടുത്ത് പാനിൽ നിന്ന് മാറ്റുകയാണ്. മസാല പുരട്ടി വെച്ചിരുന്ന വഴുതനങ്ങയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലോട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളോട് ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. ഇനി നമ്മളൊരു വറവ് തയ്യാറാക്കി എടുക്കണം. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കറി ലീഫുമാണ് ചേർത്തേക്കുന്നത്.
ഈ ഒരു വറവ് കൂടെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ തൈര് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റി തന്നെയാണ്. ചോറുണ്ണാൻ മറ്റ് കറികളുടെ ആവശ്യവുമില്ല. ഉള്ളിയും കറിലീഫും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അവ ചൂടോടുകൂടി ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോകുന്നത് കൊണ്ട് ഞാനൊന്ന് മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാനിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞ ശേഷമാണ് ഈ പൊടികൾ ചേർത്ത് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ പൊടികൾ അങ്ങ് കരിഞ്ഞു പോകുമല്ലോ. ഈ മൂപ്പിച്ച കൂട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന തൈരും ജീരകവും ചേർന്ന കൂട്ടുണ്ടല്ലോ, അതിലോട്ടാണ് വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 1/4 പോർഷനോളം നമുക്ക് ഇട്ട് കൊടുക്കണം. 1/4 പോർഷനോളം വറുത്ത വഴുതനങ്ങയുടെ പീസസാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് പീസസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും ഇതുപോലെയുള്ള തൈര് കറി തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ആ കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് തയ്യാറാക്കി എടുത്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോഴത്തേക്കിന് ആ വഴുതനങ്ങയൊക്കെ ഒത്തിരി അതിലോട്ടങ്ങ് കുതിർന്നു പോവുകയില്ല. അതുകൊണ്ട് നമ്മൾ ആ കഴിക്കുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് വഴുതനങ്ങയുടെ പീസസൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അവസാനം ആ വറവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടു ടേസ്റ്റ് ആയിട്ടുള്ള വഴുതനങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കായത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ടൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും തന്നെയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ല കുറുകിയിരിക്കുന്ന ഒരു വഴുതനങ്ങ റെസിപ്പി തന്നെ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ടും കഴിയുകയുള്ളൂ. ഈ ഒരു വഴുതനങ്ങ കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. മറ്റ് കറികളുടെ ആവശ്യമേ ഇല്ല. ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടില്ലാത്ത സുഹൃത്തുക്കളൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരാനും കൂടെ മറന്നു പോകരുത്. ഇനിയും വഴുതനങ്ങയൊക്കെ കിട്ടിയാൽ പാഴാക്കി കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ കഴിക്കാത്തവർ പോലും തീർച്ചയായിട്ടും കഴിക്കുന്നത് തന്നെയാണ്. ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.